ഞങ്ങൾ ഇന്നലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പള്ളിപ്പാന കാണാൻ പോയി. ഒരുപാട് ചരിത്ര പ്രാധാന്യവും ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം. അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താ, ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം. അതാണ് ഏറ്റവും പ്രശസ്തമായ സംഭവം. നമുക്ക് ഈ പള്ളിപ്പാന കാണാൻ വന്നപ്പോൾ അവിടുത്തെ പള്ളിപ്പാന മാത്രം കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടുത്തെ ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുവരാം. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഭവമാണ് ഈ പള്ളിപ്പാന. അതായത് 12 കളഭം, 12 എന്നുള്ളഭം കഴിഞ്ഞാലാണ് പള്ളിപ്പാന വരുന്നത്. അപ്പം നമുക്ക് അത് കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള സംഭവങ്ങളും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടുവരാം. അവിടെ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പള്ളിപ്പാനയുടെ ആ ചടങ്ങുകളുടെ ഫോട്ടോസാണ് ഇവിടെ വച്ചേക്കുന്നത്. ആ ചടങ്ങ് നമ്മൾ കയറി വരുന്ന പടിഞ്ഞാറേ വാതിലിൽ കൂടെ കയറി വരുമ്പോൾ ആ സൈഡിൽ തന്നെ നമുക്കിതെല്ലാം അവിടെ കാണാനൊക്കും. ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന്, 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന പള്ളിപ്പാനയുടെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കാണാൻ കഴിയും. ഞാനത് ജസ്റ്റ് കുറച്ച് ഭാഗമാണ്, വളരെ കുറച്ച് ഭാഗം വന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് മൊത്തം എടുക്കാനെന്നാൽ ഒരുപാട് എടുക്കേണ്ടി വരും. പിന്നെ ഇതിന് ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഒഫീഷ്യൽ ചാനലുണ്ട്, അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ പള്ളിപ്പാനയുടെ മുഴുവൻ മുഴുവൻ ചടങ്ങുകളും അതിനകത്ത് കാണാനൊക്കും എന്ന് അവിടെ പറയുന്നത് കേട്ടു. ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈഡിൽ എൻ്റെ കുറേ ചില കലാപരിപാടികളൊക്കെ നടക്കും. തിരുവാതിര അങ്ങനെ പരിപാടികൾ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ കാണുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇത് നിങ്ങളിൽ പലർക്കും അല്ല, മിക്കവാറും ഇപ്പോഴത്തെ തലമുറയ്ക്കല്ല, പഴയ തലമുറയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഈ ഒരു സാധനം എന്തെന്ന് അറിയാൻ വഴിയില്ല. ഇതാണ് മിഴാവ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിഴാവാണ് ഈ കാണുന്ന സാധനം. ഇതൊക്കെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പം അതിന് ആ അതിൻ്റെ ഇവിടെ പാൽപ്പായസത്തിന് നല്ല സ്വാദുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ മണിക്കിണറിലെ വെള്ളമാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്കിനിയും എൻ്റെ കൂത്തമ്പലത്തിനെല്ലാം കണ്ടുവച്ച് നമുക്ക് നേരെ മണിക്കിണറിൻ്റെ അവിടെ നിന്ന് കാണാം. മണിക്കിണറിൻ്റെ അടച്ചിട്ട് കാണാം. നമ്മൾ എവിടുന്ന് കൊണ്ട് ഉണ്ടാക്കിയാലും ഇവിടെ അമ്പലപ്പുഴ ആ പായസം ഉണ്ടാക്കുന്ന ടേസ്റ്റ് നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ടേസ്റ്റ് വേറെ ഒരിടത്തും കിട്ടത്തില്ല. അത് ഈ കിണറിലെ വെള്ളത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ കിഴക്കേ വശത്ത് ഒരു പള്ളിപ്പാന എക്സിബിഷൻ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ക്ഷേത്രവും ചരിത്രവും എന്ന് പറഞ്ഞ അവിടെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയാൽ പള്ളിപ്പാനയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിപ്പാനയുടെ ചരിത്രവും ഇതിനകത്തിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒരു ദിവസമെങ്കിലും വന്ന്, 22-ാം തീയതി വരെ പരിപാടി, ഫെബ്രുവരി 22 വരെ ഉണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒരു ദിവസമെങ്കിലും വന്ന് ഇത് കാണാൻ ശ്രമിക്കുക. രാത്രിയിലത്തെ പരിപാടിയാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള പരിപാടികൾ. നല്ല പരിപാടികളും ദർശന പ്രാധാന്യമുള്ള പരിപാടികളും രാത്രിയിലാണുള്ളത്. ഒരിക്കലെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കുക. ഇനി ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ 12 വർഷം കഴിഞ്ഞാൽ പിന്നെ കാണാനൊക്കെ ഉള്ളൂ. വരുന്ന കൂട്ടത്തിൽ ഇതിനകത്ത് കയറി എക്സിബിഷൻ സ്ഥലത്ത് കയറി നമ്മൾ ചുറ്റും നടക്കാമെങ്കിൽ അവിടുത്തെ പിന്നെ പള്ളിപ്പാനയുടെ പ്രാധാന്യങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന പടങ്ങളെല്ലാം ഉണ്ടല്ലോ, ഭക്തജനങ്ങൾ വരച്ചു കൊണ്ട് കൊടുക്കുന്ന പടങ്ങളാണ് എക്സിബിഷൻ വെച്ചേക്കുന്നത്. ഞാനിതൊക്കെ കാണിക്കുന്നത് ഈ അമ്പലത്തെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം തന്നിട്ട് വേണമല്ലോ നമ്മൾ അതിനകത്ത് പള്ളിപ്പാനയുടെ കാര്യത്തിലോട്ട് പോകാൻ. ഇതെല്ലാം പള്ളിപ്പാനയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിൻ്റെ പള്ളിപ്പാനയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ കോയ്മവടിയാണ്. അത് ചൂരലിൽ സ്വർണം കെട്ടി കോയ്മവടി കൊണ്ടുവന്ന്
പള്ളിപ്പാന അടക്കുന്ന പന്തലിൽ അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം മാത്രമേ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചതിന് ശേഷം മാത്രമേ ദീപാരാധനയ്ക്ക് അത്താഴപൂജയ്ക്ക് ശേഷമാണ് അത് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നു പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽക്കൽ കൂടെ, പടിഞ്ഞാറേ വാതിൽ ഈ പള്ളിപ്പാന സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ. അതിലേക്കൂടെ കൊണ്ടുവരും, അതിലേക്കൂടെ തന്നെയാണ് തിരിച്ചകത്ത് വെക്കുന്നത്. ആ കോയിമോടി കൊണ്ട് വെച്ചതിന് ശേഷം മാത്രമാണ് പള്ളിപ്പാനയുടെ രാത്രിത്തെ ചടങ്ങുകൾ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ വേണ്ടി കാണുന്ന ഇവിടെ ഈ എക്സിബിഷനിൽ പള്ളിപ്പാനെക്കുറിച്ച് എഴുതി വെച്ച ആ വിശദമായിട്ട് എഴുതി വെച്ചേക്കുന്ന ഭാഗങ്ങളാണ്. ഇനി ഇവിടെ ഒരു ഗുരുവായൂർ നട എന്നൊരു സംഭവമുണ്ട് ഇവിടെ. അവിടെ ഗുരുവായൂരപ്പനെ അവിടെ കൊണ്ട് വെച്ചേക്കുന്ന ഗുരുവായൂരപ്പനെ പണ്ട് ടിപ്പു ഗുരുവായൂർ ആക്രമിച്ച സമയത്ത് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അവിടുത്തെ കിണറ്റിലിട്ടെന്നും പിന്നീട് അത് അവിടെ നിന്നെടുത്ത് അമ്പലപ്പുഴ കൊണ്ട് വെച്ചെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ദിവസവും ഉച്ചപൂജ സമയത്ത് പാൽപ്പായസം കുടിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ അവിടെ വരാറുണ്ടെന്നും ഒരു ഐതിഹ്യമുണ്ട്. ആ അമ്പലത്തിൻ്റെ കിഴക്കുഭാഗത്ത് തന്നെയുള്ള വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ തെക്കേ സൈഡിലെ മതിൽക്കെട്ടിനുള്ളിൽ, അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയാണ് പള്ളിപ്പാനയുടെ പന്തലൊരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പാനപ്പന്തൽ. അവിടെ ഓരോ ദിവസത്തെ ചടങ്ങുകൾക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. ഞങ്ങൾ ഇന്നലെ പോയി ഇന്നലത്തെ ചടങ്ങുകൾക്ക് വേണ്ട സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ചെറിയ കൂമ്പോലിക്കുള്ള തൂണുകളാണ്. ആ കൂമ്പുകളാണ് നാട്ടിയിരിക്കുന്നത്. അത് നല്ല കനമുള്ള അടയ്ക്കാമരത്തിൽ എടുക്കുന്ന സാധനമാണ് ആ കൊണ്ട് വെച്ചേക്കുന്നത്. അത് 6 കൂമ്പുണ്ടതിൽ ഒരെണ്ണം ഇച്ചിരി ഹൈറ്റ് കുറവാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം അവിടെ തന്നെ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് ഒടുവിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു കൂമ്പിന് മാത്രം എന്താണ് ഈ ഹൈറ്റ് കുറയാനുണ്ടായ കാരണം എന്ന്. ഈ കൂമ്പുകൾക്ക് മേളിലാണ് ചെറിയ കൂമ്പുപോലി കിടക്കുന്നത്. ചെറിയ കൂമ്പോലി എന്ന് പറഞ്ഞാൽ കൈലാസത്തിലുള്ള ശ്രീപരമേശ്വരൻ്റെ ഭൂതഗണങ്ങളെ പറകൊട്ടി ഉണർത്തി കൈലാസത്തിൽ പള്ളിപ്പാന വിളംബരം നടത്താൻ അഭ്യർത്ഥിക്കുന്ന ചടങ്ങാണ്. കൈലാസക്കോല് ഘടിപ്പിച്ച 6 കൂമ്പുകൾ, അത് അടയ്ക്കാമരങ്ങളാണ്, കുഴിച്ചിട്ട് കർമ്മികൻ അതിൽ കയറുന്ന ചടങ്ങുകൾ നടത്തും. പള്ളിപ്പാനയുടെ സമാപനത്തിന് മുമ്പായി നടക്കുന്ന വലിയ കൂമ്പ് ബലിയിൽ ശ്രീപരമേശ്വരനെ ക്ഷണിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഈ ചെറിയ കൂമ്പ് ബലി. 6 കൂമ്പുകളും ഓരോ ഭക്തജനങ്ങൾക്കും നമുക്ക് വഴിപാടായിട്ട് സമർപ്പിക്കാതെ. ഇവിടുത്തെ ചടങ്ങുകളെല്ലാം നടത്തുന്ന വേലന്മാരും പുറങ്ങാടികളും ഒക്കെയാണ് അതിൻ്റെ ചടങ്ങുകളുടെ മൊത്തം സ്ഥാനം വഹിക്കുന്നത്. അതിൽ പകൽ സമയത്ത് ഓത്തും അത് പുരുഷന്മാരും, രാത്രി സമയത്ത് മുറോത്ത് അത് സ്ത്രീകളുമാണ് നടത്തുന്നത്. നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചെമ്പകശ്ശേരി തമ്പുരാന് തുടങ്ങി വെച്ച ഒരു സംഭവമാണ് പള്ളിപ്പാന എന്ന് പറയുന്നതാണ് ഐതിഹ്യം. ഇത് പള്ളിപ്പാന നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെയും അവിടുത്തെ വിഗ്രഹത്തിൻ്റെയും ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ്. നമ്മളവിടെ ചെന്നാൽ നമുക്കും അവിടെ ഓദിക്കാൻ ഒക്കും. നമ്മുടെ ദോഷങ്ങൾ മാറ്റാനായിട്ട് അവിടെ ഓദിക്കാൻ ഒക്കും. അതിന് ഓതാൻ വേണ്ടി ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. കലമാങ്കൊമ്പിൽ ഇലഞ്ഞിത്തൂപ്പ് വെച്ച് കെട്ടിയാണ് അവർ ഓതുന്നത്, നമ്മളെയൊക്കെ ഓതുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെന്ന് ഒരു ചെറിയ ദക്ഷിണ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഓദിക്കാം. നമ്മുടെ ദോഷങ്ങളെല്ലാം, നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം ദോഷങ്ങളും മാറാൻ വേണ്ടി ചെയ്യാം. ഈ പള്ളിപ്പാന ദിവസം മാത്രം അമ്പലത്തിൻ്റെ പുറകിലത്തെ വാതിൽ തുറന്നിട്ട് ചൂരലിൽ സ്വർണം കെട്ടിയിട്ട് കോയ്മവടി, അത് ക്ഷേത്രത്തിൽ നിന്ന് തന്ത്രിയല്ല മേൽശാന്തിയും കോയ്മസ്ഥാനിയും കൂടാണ് ഈ സാധനം അവിടെ പള്ളിപ്പാനയിൽ ആ പന്തലിൽ കെട്ടിയിട്ടുള്ള കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചേക്കുന്നിടത്ത് കൃഷ്ണൻ അമ്പലത്തിലെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം ആവാഹിച്ചവിടെ കൊണ്ടുവരുന്നത് മേൽശാന്തിയാണ് അത് കൊണ്ടുവരുന്നത്. ഇത് ഈ പള്ളിപ്പാന കഴിയുന്നിടം വരെ മേൽശാന്തിയും കോയ്മസ്ഥാനിയും അവിടെ തന്നെ തിരിച്ചെഴുന്നള്ളിക്കുന്നിടം വരെ ഈ യജ്ഞവേദി തന്നെ ഉണ്ടാകണമെന്നാണ് പറയപ്പെടുന്നത്. പണ്ടാണെന്നല്ല, ഉണ്ടാകും, പറയപ്പെടുന്നല്ല. ഈ പാനപ്പന്തലിന് അഭിമുഖമായിട്ട് 6 കുടിലുകളുണ്ട്. അത് ഈ പള്ളിപ്പാന അതിന് ഓത്ത് നടത്താൻ വേണ്ടി വേലന്മാർക്ക് താമസിക്കാനായിട്ടുള്ള 6 കുടിലുകളാണ്. അതിൽ ചെമ്പകശ്ശേരി, കോയിക്കരി, കുന്നങ്കരി, ഏറനാട്
ഏറമുണ്ട, നെട്ടാശ്ശേരി, അമ്പലപ്പുഴ എന്നീ കൂത്താടികളാണ് അവിടെ താമസിക്കുന്നത്. അവരാണ് എൻ്റെ ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അതിൻ്റെ പുറകിൽ പറങ്ങാടികൾക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കായിട്ട് പ്രത്യേകം കുടിലുകളുണ്ട്. അവിടെ ഞങ്ങളും പോയിട്ട് അവിടെ പോയില്ല. ഇപ്പോൾ ഞങ്ങളും ഒന്ന് ദോഷം മാറ്റാമെന്ന് വെച്ചിട്ട് ഞങ്ങളും ഒന്ന് ഓദിച്ചു. ഈ കുടിലുകൾക്ക് മുമ്പിലാണ് നമ്മുടെ ഇതിൻ്റെ ബാക്കി ചടങ്ങുകൾ നടത്താനുള്ള തട്ടും അതിൻ്റെ വലിയ കൂമ്പ് വലിക്കുള്ള കൂമ്പുകളും, ചെറിയ കൂമ്പ് വലിക്കും വലിയ കൂമ്പ് വലിക്കാനൊക്കെ കൂമ്പുകളും ഒക്കെ വെക്കുന്നതിൻ്റെ മുമ്പിലാണ്, ഈ ഇതിൻ്റെ മുമ്പിലാണ്. ഇതിനകത്താണ് അവർ പാട്ടും ഓത്തും ഒക്കെ നടത്തുന്ന സ്ഥലം. ഈ കുടിലുകൾക്കകത്താണ്. ഇതിൻ്റെ ചടങ്ങുകളുടെ വിശദമായിട്ടുള്ള ഭാഗങ്ങൾ കുറേശ്ശെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇതിനകത്ത് തന്നെ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചില പ്രാധാന്യങ്ങൾ അവർ പറയുന്നതല്ല. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ വർഷവും മകരം 1 മുതൽ 12-ാം തീയതി വരെ ഇവിടെ 12 കളഭം എന്നൊരു ചടങ്ങുണ്ട്. അതിൻ്റെ കഴിഞ്ഞ് 12 കളഭം കഴിയുമ്പോഴാണ് ഈ പള്ളിപ്പാന നടത്തുന്നത്. അങ്ങനെ 12 പള്ളിപ്പാന കഴിയുമ്പോഴാണ് വിജയബലി എന്നൊരു സംഭവമുണ്ട്, അത് നടത്തുന്നത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിലൊന്നും ആർക്കും കാണാനൊക്കത്തില്ല. കാരണം കഴിഞ്ഞ വിജയബലി നടത്തിയത് 1954 പറയപ്പെടുന്നു. അടുത്തത് വരുന്നത് 2098. അന്ന് നമ്മളാരും കാണത്തില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ പള്ളിപ്പാനെങ്കിലും പോയി കാണാൻ ശ്രമിക്കുക. ഞങ്ങളിത് 3-ാമത്തെ തവണ, അതായത് 3-ാമത്തെ റൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പള്ളിപ്പാന നടത്തിയപ്പോഴും അതിൻ്റെ അങ്ങേ പ്രാവശ്യം പള്ളിപ്പാന നടത്തിയപ്പോൾ ഓരോ ദിവസം ഞങ്ങൾ കാണാൻ പോയിരുന്നു. ഒന്ന് പകലത്തേത് കണ്ട്. പകൽ ഒരുപാട് വലിയ ചടങ്ങുകളില്ല, കുറച്ച് ചടങ്ങുകളേ ഉള്ളൂ. രാത്രിയിലാണ് ഇവിടെ സന്ധ്യയ്ക്ക് അത്താഴ പൂജ കഴിയുമ്പോഴാണ് ഇവിടുത്തെ ചടങ്ങുകൾ തുടങ്ങുന്നത്. രാത്രി ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്ക് ചടങ്ങുകളൊക്കെ കഴിയും. അപ്പോൾ കാണാൻ സാധിച്ചത് എല്ലാവരും കാണാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഉണ്ട് ഇതുപോലെ ചരട് കെട്ടി കൊടുക്കുന്ന പരിപാടിയുണ്ട് അവിടെ. ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ കോഴിയെ അടച്ചിട്ടേക്കുന്നത്. 3-ാമത്തെ ദിവസം, പള്ളിപ്പാനയുടെ 3-ാമത്തെ ദിവസം കോഴിയെ അതിനകത്ത് ഈ കുഴിക്കകത്ത് അടച്ചതാണ്. ഭീഷ്മരുടെ രൂപം മണ്ണിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണിത്. അതിൻ്റെ ഇടയിലാണ് കോഴിയെ വെച്ചേക്കുന്നത്. ആ ഭീഷ്മർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി മൺകുടത്തിൽ നിന്ന് വെള്ളം ഭീഷ്മരുടെ വായിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ വൈകുന്നേരത്ത് ചെല്ലുന്നവർക്കെല്ലാം അത്താഴക്കഞ്ഞി കൊടുക്കുന്ന പതിവുണ്ട്. അമ്പലത്തിൻ്റെ കിഴക്കേ വശത്ത് അത്താഴക്കഞ്ഞിക്ക് പ്രത്യേക സ്ഥലമുണ്ട്. എത്ര ജനങ്ങൾ ചെന്നാലും അവർക്കെല്ലാം കഞ്ഞി അവിടുന്ന് കുടിച്ചേച്ച് പോകാം. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് കോഴിമോടിയുണ്ട് വെക്കുന്ന സ്ഥലത്ത് തൊഴാനും അതുപോലെ ഓടിക്കാനും ഉള്ള ജനങ്ങളുടെ വലിയ ക്യൂ ആണ്. ഞങ്ങൾ കഞ്ഞി കുടിച്ചിരുന്നപ്പോഴത്തേക്കും ചടങ്ങുകളെല്ലാം തുടങ്ങിയിരുന്നു. നമുക്ക് ചടങ്ങുകളുടെ കുറച്ച് ഭാഗങ്ങൾ ചടങ്ങുകളുടെ കണ്ടുവരാം. അതിൻ്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് ഭാഗം മാത്രം നിങ്ങളെ ഷെയർ ചെയ്യുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില ചടങ്ങുകളെക്കുറിച്ചുള്ള അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങൾ ഞാൻ അതായിട്ട് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ അവസാനം ഞാൻ ഷെയർ ചെയ്യാം. പറകൊട്ടി പാടിയാണ് കൂടുതലും എടുത്ത ചടങ്ങുകൾ വരുന്നത്. ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന വേലന്മാർക്ക് 2 വിഭാഗമാണുള്ളത്, കൂത്താടികളും പുറനാടികളും. കൂത്താടികൾ മാത്രമേ വിധിപ്രകാരമുള്ള ഓത്ത് നടത്തത്തുള്ളൂ. പുറനാടികൾക്ക്
പള്ളിപ്പനയിൽ വിദൂഷകരുടെ സ്ഥാനമാണുള്ളത്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ. പള്ളിപ്പനയുടെ നാളിൽ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരെ പോലെ നാടോടികളെ പോലെയാണ് അവർ നടക്കുന്നത്. അവരുടെ വേഷം പ്രത്യേക സൈസുള്ള വേഷമൊക്കെയാണ് അവരുടെ. പുറനാടുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയകളിൽ, കൂത്താടികൾ ചെയ്യുന്ന ക്രിയകളിൽ ജനശ്രദ്ധ പിന്തിരിപ്പിക്കുക എന്നാണ് പുറനാടുകളുടെ ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭാരതം തുള്ളൽ എന്ന് പറയുന്ന സംഭവമാണ്. ഈ ഭാരതം തുള്ളൽ എന്ന് പറയുന്നത് കൂത്താടികളുടെ വിഭാഗത്തിൽപ്പെട്ട കാരിമേച്ചർ എന്നറിയപ്പെടുന്ന ആളിൻ്റെ നേതൃത്വത്തിൽ പള്ളിപ്പാന വേദിയിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ്. അതിനകത്തിൽ അവരുടെ വേഷമൊക്കെ പ്രത്യേകമാണ്. കുരുത്തോലുകൊണ്ട് തൊപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച്, കുരുത്തോലുകൊണ്ട് വളയൊക്കെ അണിഞ്ഞ്, കുരുത്തോലുകൊണ്ട് മാലയും ചാർത്തി, അങ്ങനെയാണ് അവർ ഡാൻസ് കളിക്കാൻ തുള്ളലിന് വരുന്നത്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് ആശ്രിതനായി അവിടെ താമസിച്ച മഹാകവി കുഞ്ചൻ നമ്പ്യാർ തൻ്റെ തുള്ളലിന് കലാരൂപത്തിന് സ്വീകരിച്ച വേഷവിധാനം ഭാരതം എന്നുള്ള വേഷവിധാനമാകാം എന്നാണ് ഒരൈതിഹ്യം. അതിൻ്റെ കൂടെ കടന്ന് കളിക്കുന്നില്ല, അവരാണ് പുറങ്ങാടികൾ എന്ന് പറയുന്നത്. നമ്മളിത് കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടുതൽ അതിലോട്ട് പോകും. അപ്പം ഇവിടുത്തെ വലിയ ചടങ്ങുകളിലുള്ള ശ്രദ്ധ മാറിയിട്ട് അവരുടെയൊക്കെ ശ്രദ്ധ പോകും. അവരുടെ വേഷമാണെങ്കിൽ ഇതിനേക്കാളൊക്കെയാണ് വളരെ ഒരുപാട് ഇതുമാതിരി ഈ എന്താണ് നമ്മൾ സർക്കസിലൊക്കെ ജോക്കർമാരെ അടക്കുന്നത്, അതേ രീതിയിലാണ് അവരുടെ വേഷവിധാനവും അവരുടെ തുള്ളലും ഒക്കെ. ജോക്കർ മിമിക്രിയൊക്കെ പോലെ. അവരുടെ ഇടുന്ന ആഭരണങ്ങളിലും വള കൊണ്ട് കമ്മലും. ഈ ഭാരതം തുള്ളലിൽ കഥയെന്ന് പറയുന്നത് ദുര്യോധനൻ്റെ കൽപ്പന പ്രകാരം ഭാരതമലയെ നിഴൽ കുത്തി പാണ്ഡവന്മാരെ പ്രസ്ഥപ്രജ്ഞരാക്കുകയും വിവരം മനസ്സിലാക്കിയ വേലത്തി തൻ്റെ തമ്പുരാട്ടിയായ പാഞ്ചാലിയുടെ കാരണവന്മാരെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ കഥ. അത് ഭാരതം മഹാഭാരതത്തിലെ ചില കഥകളാണ് ഇതിനകത്ത് ഭാരത തുള്ളൽ എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നത്. നമ്മളിവിടെ കേൾക്കുന്നതാണ് പറകൊട്ടിപ്പാട്ട്. വേലന്മാരും വേലത്തിമാരും നാവേറെ കണ്ണേറ് ദോഷങ്ങൾ മാറ്റാനായി പറകൊട്ടി പാടുന്ന ചടങ്ങാണ് ഓത്തും മറോത്തും. ആദിയിൽ ദശാവതാര സമയങ്ങളിൽ ഭഗവാൻ വിഷ്ണുവിനെ ഏറ്റ നാവേറും കണ്ണേറും മാറ്റാനായി പരമശിവനും പാർവതിയും വേലന്മാരുടെ വേഷത്തിൽ വന്ന് വിഷ്ണുവിൻ്റെ ദോഷങ്ങൾ പാടി മാറ്റി അദ്ദേഹത്തെ ആലസ്യമുക്തനാക്കി. അതുപോലെ അമ്പലപ്പുഴ കൃഷ്ണന് വർഷങ്ങളായി ഉണ്ടാകുന്ന പല നാവേറ് കണ്ണേറ് ദോഷങ്ങളും ആലസ്യവും മാറ്റാനായിട്ടാണ് പള്ളിപ്പാന നടത്തുന്നത്. അതിനായിട്ടാണ് ഈ പറകൊട്ടിപ്പാട്ട് പള്ളിപ്പാന ചടങ്ങിൽ നടത്തുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നത് ചെറിയ കൂമ്പുവലിയുടെ അതിൻ്റെ പൂജയും ബാക്കി ചടങ്ങുകളൊക്കെയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ നേരത്തെ പൂജകളും ചടങ്ങുകളാണ്. ഞാൻ എൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രം നിങ്ങളെ ഷെയർ ചെയ്യുകയാണ്. ഈ കൂമ്പിൻ്റെ മുകളിലേക്ക് ഈ കൂത്താടികൾ വന്ന് ഇതിൻ്റെ മുകളിലിരുന്നാണ് ചടങ്ങുകളിലും ബാക്കിയുള്ള നടത്തുന്നത്. വേലപ്രമാണിമാർ, അതായത് കൂത്താടികൾ എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ അവരെല്ലാം അതിൻ്റെ മേലെ കയറി ഇനി ഇവിടെ ചില പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂജകളൊക്കെ സമയത്തൊക്കെ നമശിവായ മന്ത്രം ജപിച്ച് കുരവയും ഒക്കെ ആയിട്ട് ഭക്തജനങ്ങൾ ഉണ്ട്. ഭക്തജനങ്ങൾ കുരവ ഇടുകയും നമശിവായ ചൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും
നമഃ ശിവായ ഓം 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 പരമ പരമ ഓം നമഃ ശിവായ 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 നല്ല കുറവ് കൊടുക്കുക നല്ല കുറവ ഓം നമഃ ശിവായ 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 നട്ടാശ്ശേരി കൂത്താടി മഹാരാജാവിന്റെ കാലത്ത് പള്ളിപ്പാനയിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തീർത്താൻ തീരാത്ത ഒരു കുറവ് അദ്ദേഹം വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കാപ്പുകെട്ട് സമയത്ത് 6 സ്വർണ്ണക്കാപ്പില് 5 സ്വർണ്ണക്കാപ്പ് മറ്റുള്ള അധികാരികൾക്കും നട്ടാശ്ശേരിക്ക് ഒരു വെള്ളിക്കാപ്പുമാണ് കൊടുത്തിരുന്നത്. നട്ടാശ്ശേരിക്ക് എല്ലാ കൂമ്പുകളുടെയും ഒരു കോല് കുറച്ച് മാത്രമാണ് കൊടുത്തിരുന്നത് എന്നുമാണ് വിശ്വാസം. അതുകൊണ്ടാണ് 6 കൂമ്പുകളിലെ ഒരു കൂമ്പില് ഒരു കോൽ നീളത്തിൽ കുറവ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നട്ടാശ്ശേരി എല്ലാത്തിനും പിന്നോട്ടാണ് എന്നുള്ളതാണ് ഈ ചടങ്ങുകളിലൂടെ വ്യക്തമാണ്. എന്നാൽ അവകാശികളായ 6 കുടുംബങ്ങളും തുല്യമാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് എന്നോടുകൂടി അറിയിക്കുക. തുള്ളലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നുള്ളിലെ ശലകങ്ങൾ രചിച്ചതെന്ന് വിശ്വസിക്കുന്നു. പള്ളിപ്പാന മഹാകർമ്മത്തിലെ ഭാരതം തുള്ളൽ ഈ കർമ്മത്തിലുടനീളം വേലന്മാര് ഇവിടെ ഓത്തിലൂടെ നടത്തുന്നത് ഭാരതം കഥയിലെ നിഴൽക്കൂത്ത് അടക്കമുള്ള പ്രസക്ത ഭാഗങ്ങളാണ്. അത്തരം കഥയെ ആസ്പദമാക്കിയുള്ള അനുഷ്ഠാന ചടങ്ങാണ് പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ 9ാം ദിവസമായി ഇന്ന് ഇവിടെ നടന്നത്. കുരുത്തോലകൾ കൊണ്ട് വേഷഭൂഷാദികൾ അണിഞ്ഞ് ഒരു സാധാരണ മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ കലാ ആവിഷ്കാരത്തെ അനുസ്മരണപ്പെടുത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് പള്ളിപ്പാന മഹാകർമ്മത്തിൽ ഭാരതം തുള്ളലിലൂടെ ഇവിടെ സംഭവിച്ചത്. തുള്ളൽ കലാകാരന്മാരെ ഒത്തിരി ഉണ്ടെങ്കിലും വേലപ്രമാണിമാരിൽ ഒരാൾ തന്നെ ഈ കർമ്മം ചെയ്യണമെന്നുള്ള മഹാരാജാവിന്റെ കൽപ്പനയാണ് ഭാരതം തുള്ളല് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാള് ചടങ്ങിലൂടെ പൂർത്തിയാക്കി. ഇതേ തുടർന്ന് ചെറിയ കൂമ്പുബലിയുടെ അനുഷ്ഠാന താന്ത്രിക മാന്ത്രിക ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. കൂമ്പിന്റെ പാദത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് 6 അവകാശികളുടെയും വേലപ്രമാണിമാര് കൂമ്പിന് താഴെ പൂജാതി മന്ത്രങ്ങൾ കൊണ്ടും മന്ത്രാദി ഹോമങ്ങൾ കൊണ്ടും പവിത്രമാക്കി കൂമ്പിന് മുകളിൽ കയറി
കേശാദി പാദം മുതൽ പാദാദി ദേശം വരെ അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞ് പറകൊട്ടി കൈലാസനാഥനായ ശ്രീ പരമേശ്വരനെയും കൈലാസനാഥയായ ശ്രീ പാർവതിയെയും പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ 14-ാം ദിവസം രാത്രിയിൽ നടക്കുന്ന വലിയ കൂമ്പ് ബലിയിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങാണ് ചെറിയ കൂമ്പ് ബലിയിലൂടെ സാധ്യമാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആകാശത്തിലെ ദേവഗണങ്ങളെ അവരുടെ സാന്നിധ്യത്തെ പള്ളിപ്പാന മഹാകർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങ് കൂടി കൂട്ടത്തിൽ നടക്കും. പള്ളിപ്പാനയുടെ 24 ചടങ്ങുകളിലെ ഏറ്റവും സവിശേഷമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്ന ചെറിയ കൂമ്പുബലി. ഒരുപക്ഷെ നമ്മുടെ മഹാക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ വേദപ്രമാണിമാർ നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് വേദപ്രമാണിമാരിൽ മുഖ്യ കാർമ്മികനായി ഇവിടെ എത്തിച്ചേർന്ന മാന്നാർ കൊട്ടമ്പേലൂർ വേലമ്പറമ്പിൽ ശ്രീ ഉണ്ണികൃഷ്ണനും ഈ കലയുടെ അവകാശി അമ്പലപ്പുഴയുടെ കുടുംബ അവകാശിയായിട്ടുള്ള അമ്പലപ്പുഴ കോമന വേലമ്പറമ്പിൽ ശ്രീ ഹരിദാസിന്റെയും നേതൃത്വത്തിലാണ് വേലപ്രമാണിമാർ ചടങ്ങുകൾ നടത്തുന്നത്. ഏതാണ്ട് 100ഓളം വേലപ്രമാണിമാരാണ് ഈ ചടങ്ങുകൾ ഇവിടെ നടത്തുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് പള്ളിപ്പാന മഹാകർമ്മത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വീടുകളിൽ തങ്കലിപികൾ കൊണ്ട് എഴുതി വെക്കുവാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ചടങ്ങുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക, മുൻപ് പറഞ്ഞതുപോലെ 6 കൂമ്പുകൾ, അതില് നട്ടാശ്ശേരിയുടെ കൂമ്പ് നിരവധിയായ വ്യത്യസ്തമായ ചടങ്ങുകളാണ് നടക്കുന്നത്. 24 കർമ്മങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങാണ് ചെറിയ കൂമ്പുകളി. ആ ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. ഏതാണ്ട് 11 മണിയോടുകൂടി ചടങ്ങുകൾ പൂർത്തിയാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു കാര്യം ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം അറിയിക്കുകയാണ്. ഇത് നമ്മളിപ്പോ ഇവിടെ കാണുന്നതാണ് മുറോത്ത്, വേലത്തേട് ചെയ്യുന്ന മുറോത്ത് എന്ന് പറയുന്ന ചടങ്ങാണ്. ഇതോടുകൂടിയാണ് ഇവിടുത്തെ പള്ളിപ്പാനയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഈ മുറോത്ത് പാട്ട് നടത്തുന്നത് നമ്മുടെ പോയിനോടി ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ വിഗ്രഹത്തിന്റെ ചൈതന്യം ആവാഹിച്ച് വെളിയിലേക്ക് പള്ളിപ്പാനയിലേക്ക് ഗാനപന്തലിലേക്ക് കൊണ്ടുവരുന്ന ആ പോയിനോടി തിരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ് ഈ മുറോത്ത് ചെല്ലുന്നത്. ഈ മുറത്തോടുകൂടി ഇവിടുത്തെ ചടങ്ങുകളെല്ലാം സമാപിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഇച്ചിരി നീളം കൂടുതലാണ് അത്. അവിടുത്തെ 3 മണിക്കൂറുള്ള ചടങ്ങുകൾ നമ്മൾ കുറേശ്ശെ ഇടുമ്പം തന്നെ ഇച്ചിരി വീഡിയോയ്ക്ക് നീളം കൂടും. അതുകൊണ്ട് ഇത്ര നീളമായത് വീഡിയോയ്ക്ക്. അതുപോലെ പറ്റുന്നവരൊക്കെ ഈ ഒരു ചടങ്ങ്, ഈ ഒരു പള്ളിപ്പാന വന്ന് കാണാൻ ശ്രമിക്കുക. ഇനി ഇത് കാണാൻ വേണമെങ്കിൽ 12 വർഷം കാത്തിരിക്കേണ്ടി വരും. എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. നമുക്കിനി ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും നമസ്തേ.